ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാറ്റഗറി ഓഫ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 4 കാറ്റഗറീസ് ഉണ്ട്. അതിലാദ്യത്തെ 2 നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള 2 ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മൂന്നാമത്തെ കാറ്റഗറിയായ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂസ് എന്ന രീതി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതെന്തെന്ന് വെച്ചാൽ ആർഗ്യുമെന്റ്സ് ഒന്നും ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ അതിൽ ആർഗ്യുമെന്റ്സ് ഒന്നും മെൻഷൻ ചെയ്യത്തില്ല. അതുപോലെ തന്നെ അതിന് ഒരു റിട്ടേൺ വാല്യൂസും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം, സാമ്പിൾ പ്രോഗ്രാമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സാമ്പിൾ പ്രോഗ്രാം വളരെ ഒരു ഷോയ്ക്ക് വേണ്ടി, ഡെമോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് എക്സാമിനൊന്നും ചോദിക്കത്തില്ല. ഈ ഒരു സാമ്പിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. നമ്മളിപ്പോൾ ഒരു സ്ട്രിങ് എൻട്രി ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ സ്ട്രിങ് എൻട്രി ചെയ്ത് കൊടുക്കുന്നു. അതൊരു ക്യാരക്ടർ അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലൈൻ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുകളിലും താഴെയായിട്ട് പ്രിന്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലൈൻ പ്രിന്റ് ചെയ്യാനുള്ള ആ കമാൻഡ് ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു 30 ക്യാരക്ടേഴ്സ്, ഈ ഒരു എന്ന് പറയുന്ന ഒരു ഹൈഫണാണ്, അതൊരു 30 ക്യാരക്ടേഴ്സ് ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രിന്റ് ലൈൻ എന്നൊരു ഫംഗ്ഷൻ, അതായത് ഫംഗ്ഷന്റെ പേരാണ് പ്രിന്റ് ലൈൻ എന്ന് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോഴാണ് ആ പർട്ടിക്കുലർ പ്രിന്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് യൂസ് ചെയ്യുന്നതും ഈ ഒരു ലൈൻ പോലെ നമുക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ 2 ലൈൻ വരാനുള്ള കാര്യം ഞാൻ 2 തവണ ആ ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പ്രിന്റ് ലൈൻ എന്ന സ്റ്റേറ്റ്മെന്റ് ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അതെന്ന് പറയുന്നത് ഈ പോർഷൻ ഡിസ്പ്ലേ ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആർഗ്യുമെന്റ്സ് ഒന്നും ഇല്ല, അതുപോലെ തന്നെ റിട്ടേൺ വാല്യൂസ് ഒന്നും ഇല്ലാത്ത ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ കോൾ, അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എക്സിക്യൂട്ട് ചെയ്യുമ്പം ഇതാണ് ആക്ച്വലി ആ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നുള്ള പ്രിന്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ, അതാണ് ഇത്. പിന്നെ മെയിൻ ഫംഗ്ഷൻ, ഈ മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു ക്യാരക്ടർ അറേ 30 സൈസ് ഉള്ള ഒരു എ എന്ന് പേര് സെറ്റ് ചെയ്ത് ഒരു ക്യാരക്ടർ അറേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. എന്നിട്ട് പേര് എൻ്റർ യുവർ നെയിം എന്ന് അത് ഡിസ്പ്ലേ ചെയ്യുന്നു. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന, കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ സ്ട്രിങ് മുഴുവനായും എ എന്ന വേരിയബിളോട്ട്, ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. വേരിയബിൾ അല്ല, ക്യാരക്ടർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഗെറ്റ്സ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യുന്നു. ഇനി ഞാൻ പ്രിന്റ് ലൈൻ എന്ന് ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. അപ്പം ശ്രദ്ധിക്കുക, ഇവിടെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പാരാമീറ്റേഴ്സ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതായത് ഒരു ഇൻപുട്ട് വാല്യൂസും ഇതിൽ നിന്ന് സെൻഡ് ചെയ്യുന്നില്ല ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഇപ്പം ജസ്റ്റ് പ്രിന്റ് ലൈൻ എന്ന സ്റ്റേറ്റ്മെന്റ് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. മാത്രവുമല്ല, ഈ പ്രിന്റ് ലൈൻ എന്ന ഫംഗ്ഷന്റെ ഔട്ട്പുട്ടായിട്ട് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. കാരണം റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ വേറെ ഒന്നിലോട്ടും സ്റ്റോർ ചെയ്യേണ്ടിയോ യൂസ് ചെയ്യേണ്ടിയോ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ആർഗ്യുമെന്റ്സും ഒന്നുമില്ല, റിട്ടേൺ വാല്യൂസും ഒന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യാം. ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെ പ്രിന്റ് ലൈൻ എന്ന ഫംഗ്ഷൻ ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പ്രിന്റ് ലൈൻ എന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇതിൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർ ലൂപ്പ് എന്തെന്ന് വെച്ചാൽ ഈ ഹൈഫൺ, ഈ ഒരു ക്യാരക്ടർ 30 തവണ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം. അതിന് വേണ്ടിയുള്ള ഒരു ഫോർ ലൂപ്പാണിത്. ഇത് ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. ലെസ് ദാൻ 30 ആവുമ്പോഴെല്ലാം ഈ ഹൈഫൺ എന്ന ഈ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഇതൊരു 30 ടൈംസ് ഈ ലൂപ്പിൻ്റെ അകത്ത് വർക്ക് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴാണോ ഐയുടെ വാല്യൂ 30 ആവുന്നത് അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ആവും. സ്റ്റോപ്പ് ആയതിനു ശേഷം ഇത് റിട്ടേൺ വാല്യൂ ഒന്നുമില്ല, കാരണം ഒരു വാല്യൂവും അതിന് റിട്ടേൺ ചെയ്യുന്നില്ല മെയിൻ ഫംഗ്ഷനിലോട്ട്. ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയ ഉടനെ ഈ കേർലി ബ്രാക്കറ്റ് വെച്ച് ഈ ഫംഗ്ഷൻ ക്ലോസ് ആവുന്നു, ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ക്ലോസ് ആവുന്നു. പിന്നെ അത് നേരെ ബാക്കി ഈ പ്രിന്റ് ലൈനിന് ശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഈ പ്രിന്റ് എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ആ സമയത്താണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ അതവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഞാൻ %s എന്ന് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എ എന്ന് പറയുന്ന ക്യാരക്ടർ അറേയും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ് എന്താണോ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഡിസ്പ്ലേ ചെയ്ത് ന്യൂ ലൈനും കൂടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രിന്റ് ലൈൻ എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. അത് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യും. അപ്പം വീണ്ടും ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഐയുടെ വാല്യൂ ഇവിടെ ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഐയുടെ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അത് ഒന്നും കൂടെ ഈ ലൂപ്പ് ഒന്നും കൂടെ 30 തവണ വർക്ക് ആവുന്നു. ഈ ഡിസ്പ്ലേ, ഈ ലൈൻ ഇങ്ങനെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഈ ഫംഗ്ഷൻ റൺ ചെയ്ത് കംപ്ലീറ്റ് ആവുന്നു. വീണ്ടും അത് തിരിച്ച് ഇവിടെ തന്നെ വരുന്നു. ബാക്കി മെയിൻ ഫംഗ്ഷനുള്ള ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൂടെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇവിടെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് റിട്ടേൺ 0 എന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം, അതും കൂടെ എക്സിക്യൂട്ട് ചെയ്ത് പ്രോഗ്രാം കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പം പഠിക്കുന്നത് നോ ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന രീതിയാണ്. അതായത് നമ്മളൊരു ഫംഗ്ഷൻ കോൾ ചെയ്തപ്പോൾ ആർഗ്യുമെന്റ്സ് ഒന്നും സെൻഡ് ചെയ്തതുമില്ല, അതുപോലെ തന്നെ ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്തതുമില്ല. അതുകൊണ്ടാണ് നമ്മളിവിടെ വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് കൊടുത്തത്. വോയിഡ് എന്ന ഡാറ്റ ടൈപ്പ് കൊടുക്കുന്നത് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നില്ല എങ്കിലാണ്.
അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റിട്ടേൺ എന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തില്ല. അപ്പോൾ ഇതാണ് ഈ ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ് ആൻഡ് നോ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്ന രീതി. അവസാനത്തെ കാറ്റഗറിയാണ് ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ് ബട്ട് എ റിട്ടേൺ വാല്യൂ. അതായത് ആർഗ്യുമെന്റ്സ് ഒന്നും കാണത്തില്ല, ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്താ ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഇതിന് റിട്ടേൺ വാല്യൂ ഉണ്ടാവും. ഈ ഒരു ഫംഗ്ഷന് റിട്ടേൺ വാല്യൂ ഉണ്ടാവും. അങ്ങനെ റിട്ടേൺ വാല്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫംഗ്ഷൻ എ ഈക്വൽ ടു എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തത്. അതായത് അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്ത് അതുകൊണ്ടാണ്. കാരണം ഇതിൽ നിന്ന് വരുന്ന റിട്ടേൺ വാല്യൂ, ഈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് വരുന്ന റിട്ടേൺ ചെയ്ത് വരുന്ന വാല്യൂ നമ്മൾ ഏതെങ്കിലും വേരിയബിളിലോട്ടോ വല്ലതും സ്റ്റോർ ചെയ്യണം, അത് യൂസ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഈ അസൈൻമെന്റ് ഓപ്പറേറ്ററിന്റെ റൈറ്റ് സൈഡിൽ ഞാൻ അവിടെ മെൻഷൻ ചെയ്തത്. ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതും വെറുതെ ഡെമോയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു, ആ നമ്പർ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. നമ്മളിവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ ഈ നമ്പർ എൻ്റർ ചെയ്യാനുള്ള പോർഷനും ചെയ്യാനുള്ള ആ ഒരു പോർഷൻ സത്യത്തിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് സെപ്പറേറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ളത്. ഇവിടെ ഇപ്പം നോക്കുക, ആദ്യം ഹെഡർ ഫയലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും, ആ ഹെഡർ ലൈനും എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് മെയിൻ എന്ന ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആദ്യം എ എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അടുത്തത് എ ഈക്വൽ ടു ഗെറ്റ് നമ്പർ എന്ന ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഗെറ്റ് നമ്പർ എന്ന ഫംഗ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് നേരെ ഇവിടെ നിന്ന് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, അപ്പോൾ ഇൻപുട്ട് വാല്യൂസ് ഒന്നും സെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ വരുന്നു, ഈ ഗെറ്റ് നമ്പർ എന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിൽ, അതായത് അതിൻ്റെ റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജർ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇൻപുട്ട് വാല്യൂസ് ആയിട്ട് ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും മെൻഷൻ അല്ല, കാരണം ഇവിടുന്ന് പാരാമീറ്റേഴ്സ് ഒന്നും സെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യവുമില്ല. ഇനി ഈ ഗെറ്റ് നമ്പറിൻ്റെ അകത്ത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഇൻറ്റീജർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അത് പ്രിന്റ് എഫ് ഡിസ്പ്ലേ ചെയ്ത് ചോദിക്കുന്നു, പ്രിന്റ് എഫ് എൻ്റർ എ നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്ത് ചോദിക്കുന്നു. അതാണ് ദാ ഇവിടെ വരുന്നത്. അതിനുശേഷം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഒരു നമ്പറിനെ, ഇൻറ്റീജർ നമ്പറിനെ സ്കാൻ ഓഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എക്സ് എന്ന ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. %d കൊടുത്തിട്ടുണ്ട്. അപ്പം കീബോർഡിൽ നിന്ന് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും അത് റിസീവ് ചെയ്യുന്നത്. അതിനെ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം റിട്ടേൺ എക്സ്, അതായത് ഈ സ്റ്റോർ ചെയ്ത എക്സ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. ശ്രദ്ധിക്കുക, എക്സ് അല്ല റിട്ടേൺ ചെയ്യുന്ന, എക്സിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുന്നത്. അത് റിട്ടേൺ ചെയ്യുന്ന ആ വാല്യൂ നേരെ ഈ പോർഷനുമായിട്ടായിരിക്കും വരുന്നത്. ആ വാല്യൂവിന് എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി ജസ്റ്റ് ആ എ എന്ന് പറയുന്ന ആ വാല്യൂവിന്, എ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവിനെ ഡിസ്പ്ലേ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദ നമ്പർ ഈസ് %d എന്ന് കൊടുക്കുന്നു. %d എന്ന് പറയുന്ന ടേമിന്റെ അവിടെ എയുടെ ആക്ച്വൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പാരാമീറ്റേഴ്സ് ആർഗ്യുമെന്റ്സ് ഒന്നും ഈ ഫംഗ്ഷൻ കോൾ ചെയ്തപ്പം കൊടുത്തിട്ടില്ല, പക്ഷേ ഒരു റിട്ടേൺ വാല്യൂ ഈ ഫംഗ്ഷൻ ഉണ്ട്. അതാണ് റിട്ടേൺ എക്സ് എന്നിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് ഫംഗ്ഷൻ വിത്ത് നോ ആർഗ്യുമെന്റ്സ് ബട്ട് റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുകയും വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ പ്രോഗ്രാംസ് തന്നെ ചെറിയ ഫംഗ്ഷൻസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത്, അതായത് ചെറിയ മോഡ്യൂൾസ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് അതിൽ നിന്ന് റിട്ടേൺ വാല്യൂ ഉണ്ട് എന്ന രീതിയിലോ ഇല്ല എന്ന രീതിയിലോ ആർഗ്യുമെന്റ്സ് സെൻഡ് ചെയ്യുന്ന രീതിയിലോ ഇല്ലാത്ത രീതിയിലോ എല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് പ്രോഗ്രാം ചെയ്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇത്രയും വീഡിയോസിൽ ഡിസ്കസ് ചെയ്തതാണ് ആക്ച്വലി ബേസ് ആയിട്ടുള്ള യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി കുറച്ചും കൂടെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.